ഹായ് ഫ്രണ്ട്സ്, ഒരു കാലത്ത് രാജകീയമായിട്ട് വാണിരുന്ന നോക്കിയ ഫോണിലും സോണി എറിക്സൺ ഫോണിലൊക്കെ കണ്ടുചെന്ന ഒരു അടിപൊളി ഫ്ലാഷ് ഐറ്റം ആയിരുന്നു ദ സിനോൺ ലൈറ്റ്. എത്ര ഹൈ പവർ ഉള്ള LED ആന്ന് പറഞ്ഞാലും ഈ സിനോൺ ബൾബിന്റെ മുന്നിൽ ഒന്നുമല്ല. ഇതെന്താ ഇതിനകത്ത് ഇത്ര പ്രത്യേകത എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ താഴെ കാണുന്ന കപ്പാസിറ്ററാണ്, മുകളിൽ അതിൻ്റെ സർക്യൂട്ടറി. അപ്പോൾ എന്ത് തന്നെയായാലും ഇതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. സിനോൺ എന്ന് പറയുന്ന നിഷ്ക്രിയ വാതകം നിറച്ചിട്ടുള്ള ഒരു ട്യൂബാണിത്. ഇതിലേക്ക് ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇതേപോലെ എക്സൈറ്റേഷൻ സംഭവിച്ച് നല്ല ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവും. അതിൻ്റെ സർക്യൂട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. സിമ്പിളായിട്ട് ഒരു ട്രിഗറിങ് മെക്കാനിസമാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. സാധാരണ ഇതിൽ ഒരു 300 വോൾട്ടാണ് ഇതിൽ കൊടുക്കാറുള്ളത്. അതിനുശേഷം ഈ റെസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ വഴി കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. ഇങ്ങനെ ചാർജ് ചെയ്ത സമയത്ത് നമ്മൾ ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു DC വോൾട്ടേജ് വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ എത്തുന്നു. ആ സഡൻ ആയിട്ടുള്ള ചേഞ്ച് ആയിട്ടുണ്ട് സെക്കൻഡറിയിൽ ഒരു ഹൈ വോൾട്ടേജ് അവിടെ ഡെവലപ്പ് ചെയ്യും. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. 10 kV വരെ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാം. ഈ ഒരു ശക്തമായ വോൾട്ടേജിൽ ഇതിനകത്ത് വാതകം അയണൈസ് ചെയ്യുകയും ശക്തമായിട്ടൊരു ഫ്ലാഷ് ഇതേപോലെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. എത്ര കൂടിയിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു സിനോൺ ഫ്ലാഷർ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാനും സാധിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും ഇതുപോലുള്ള നല്ല നല്ല ഇലക്ട്രോണിക്സ് ടിപ്പുകൾ ഇഷ്ടമാണെങ്കിൽ എന്തിനു മടിക്കണം, ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.